എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മഷ്റൂം വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കറി. അതുകൊണ്ട് തന്നെ ഞാനത് കടല എണ്ണയാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് എണ്ണയുടെ കളർ ആ രീതിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഒണിയൻ, ഏകദേശം ഒരു 3/4 കപ്പ് ഒണിയൻ വേണം. ഒണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്, ചെറുതാക്കി നുറുക്കിയത്. അതിന് കൂടെ തന്നെ 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 പീസ് ഇഞ്ചി, അതുപോലെ 5 വെളുത്തുള്ളിയുടെ അല്ലി. പിന്നെ വേണ്ടത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഈ കാഷ്യൂനട്ട് മാത്രമായിട്ട് എടുത്താൽ മതി. ഇതിന് ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാഷ്യൂനട്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന ഒണിയൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ ഒണിയൻ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒണിയൻ ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒണിയൻ ഒന്ന് ട്രാൻസ്കുലൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് 1-2 പ്രാവശ്യം ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കണേക്കാട്ടിലും പകുതി സമയത്തിനുള്ളിൽ ഒണിയൻ വാടി വരും. അപ്പോൾ ഇതെൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു ടിപ്പാട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഒണിയൻ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതായത് മുളക് പൊടിയുടെ പകുതി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം, വഴറ്റാന്ന് പറഞ്ഞാൽ കളറൊന്നും പച്ചമുളകൊന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഇടേണ്ടത്, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകെ കേടായി തുടങ്ങി, അത് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചീനച്ചട്ടി എടുത്തത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മഷ്റൂമിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഈ പാത്രം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എണ്ണ ശരിക്കും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച എണ്ണ അല്ലാതെ ഞാൻ വേറെ ഒഴിച്ചിട്ടില്ല. ഈ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്ര എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും ഈ ചീനച്ചട്ടിയിൽ. ഇത് കാര്യം ഇത് അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ കൂടി ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പിടിക്കണ ഒരു ടെൻഡൻസി ഉണ്ട് ഈ പാത്രത്തിന്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, കൂടുതൽ ഒഴിക്കേണ്ട. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനെക്കാട്ടിലും കുറവ് ഒഴിച്ചാൽ മതി. തക്കാളിയൊക്കെ ഓൾറെഡി പുളി ഉള്ളതാണല്ലോ, അപ്പോൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് ഭയങ്കര പുളിയായി പോകും. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തൈര് അതിൻ്റെ കൂടെ ചേർന്നിട്ട് അതും കൂടിയും ഒരു എണ്ണയായിട്ട് വരും. അപ്പോൾ നല്ല കൊഴുത്തൊരു ഗ്രേവി ആയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് മഷ്റൂം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാമാണെന്ന് തോന്നുന്നു. അത് അല്ല, 200 ഗ്രാമിൻ്റെയാണ്. ഞാൻ സെപ്റ്റോന്നാണ് മേടിച്ചത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ മഷ്റൂം ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്നും കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യണം. അതിന് മുന്നായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇതിൽ നിങ്ങൾക്ക് പനീറും മട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഷ്റൂമിൻ്റെ അളവ് നിങ്ങളുടെ കയ്യിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പനീറും പിന്നെ കുറച്ച് വട്ടാണ ഉണ്ടല്ലോ, പച്ചവട്ടാണ, ഗ്രീൻ പീസ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് നമുക്ക് ഒരു 2 മിനിറ്റിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 6 to 7 മിനിറ്റ്സ് എങ്കിലും എടുക്കും മഷ്റൂം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണാം. മഷ്റൂം മസാല അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇടയ്ക്കൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. കണ്ടില്ല, ഇത് ഈ പാത്രം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ അടിയിൽ പിടിച്ച് വരുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇത്രയും പ്രോബ്ലം ഉണ്ടാവില്ല. ഇതിനകത്തേക്ക് നമുക്കിനിയും കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വരെ എടുത്തോളൂ. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഗ്രേവിയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിനകത്തേക്ക് സെർവ് ചെയ്യണതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മസാലയായിട്ട് മാറും കേട്ടോ അത്. അപ്പോൾ അത്രയും എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. വെയിറ്റ് ലോസ് ചെയ്യണവർ അത്ര ഇതായിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവി തന്നെ നല്ല ക്രീമിയാണ്. കാരണം നമ്മൾ ആ കാഷ്യൂനട്ട് അരയ്ക്കണത് കൊണ്ടാണ് ഇത്രയും ക്രീമി ടെക്സ്ചറുള്ളത് കിട്ടണത്. ഇനി കാഷ്യൂനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മസാല ചേർത്ത് ഇറക്കണേ. ഇപ്പോൾ ഈ സമയത്ത് ഈ മഷ്റൂമൊക്കെ വെന്തതിന് ശേഷം ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വാങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം എൻ്റെ ഇപ്പോൾ ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ കാഷ്യൂനട്ട് അരച്ചത്. 2 രീതിയിലും ചെയ്യാം. കാഷ്യൂനട്ട് ഇല്ലാത്തൊരു ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി എത്ര ടെക്സ്ചർ എങ്ങനെ വേണം എന്നനുസരിച്ച്, ഇപ്പോൾ ചപ്പാത്തി കഴിക്കാൻ പറ്റിയൊരു ടെക്സ്ചറിലാണ് ഇതിരിക്കണേ. കുറച്ചും കൂടി ലൂസായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി തിക്കാക്കണമെങ്കിൽ ഒരു ഇത്തിരി സമയം ഇരിക്കുമ്പോഴേക്ക് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാറാകുമ്പോഴത്തേനും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ മഷ്റൂം മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.